എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്ന ഒരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. വീണ്ടും ചോദിക്കും, ശരിക്കും നിങ്ങൾ ചിരിച്ചത് ഉള്ളതാണോ അതോ എന്നെ സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ചു തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും. സിനിമയുടെ റിലീസിന് ശേഷം ഒരു ഏലിയനെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിനിഫൈൽ അത് ഞാനാണ്, അലനിസ്മി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഹാഷ്ടാഗുകളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട്. അലനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്. ഇപ്പൊ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പൊ എന്നോട് ഡയറക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആനവാൽമന്ദിരത്തില് അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട്, ഒരു ജനപ്രീതിയുണ്ട്. അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ 2 ദിവസം മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അല്ലാതെ ഞാനിപ്പോ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല. അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും. ഇത് ലഭിച്ചാൽ സന്തോഷം. നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്ത് നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് ബെറ്ററായി വരിക. പിന്നെ നമ്മൾ കൂടെ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് ഞാനും മജുവേട്ടനും അനാർക്കലിയും അനുജേട്ടനും ശിവസായും എല്ലാവരും ഒരു ഭയങ്കര എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്ന ഒരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റ്, നമ്മുടെ കോ ആക്ടേഴ്സ്, അവര് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെയാണ്, ഇതൊക്കെ ആവുന്നുണ്ട്. അവരുടെ റെസ്പോൺസ് നമുക്കിവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ കുറച്ചുകൂടെ സംശയം. ഞാൻ വീണ്ടും ചോദിക്കും, ശരിക്കും നിങ്ങൾ ചിരിച്ചത് ഉള്ളതാണോ അതോ എന്നെ സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ചു തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും ചേട്ടനായാലും. ഞങ്ങൾ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല.